പ്രൈസ് ദി ലോർഡ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 18 വാക്യം വായിക്കാം. നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസിനെ ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. നീ വാർദ്ധക്യത്തിലായ ശേഷം നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്ത് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യുമെന്ന് യേശു കർത്താവ് വാമൊഴിയായി പറയുന്ന ഒരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 18 വാക്യത്തിൽ നാം വായിക്കുന്നത്. യേശു ക്രിസ്തു ഒരു വാഗ്ദത്തം ചെയ്യുകയാണ്. എന്താണ് വാഗ്ദത്തം? പത്രോസേ, നീ വയസ്സായ ശേഷം, പ്രായമായ ശേഷം മാത്രമേ ഈ ലോകത്തിൽ നിന്ന് നീ മാറ്റുകയുള്ളൂ. ഈ ശരീരം, ഹല്ലേലൂയ, ദൈവം നിനക്ക് തന്ന ഈ ശരീരം ഇതിൽ നിന്ന് നീ വിട്ടുപോകുകയുള്ളൂ എന്ന് ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ്. അത് എന്താണ്? ഈ ലോകത്തിലെ ഏത് ശക്തി നമ്മെ കൊല്ലുവാൻ വിചാരിച്ചാലും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ കൊല്ലുവാൻ സാധിക്കില്ലെന്ന് അപ്പോസ്തലനായ പത്രോസ്, ഹല്ലേലൂയ, അത് വിശ്വസിക്കുകയും ചെയ്യുകയാണ്. കാരണം പത്രോസിന്റെ ജീവിതയാത്രയിൽ ദൈവത്തെ അറിഞ്ഞത്, ഹല്ലേലൂയ, വ്യത്യസ്തമായ മേഖലകളിലാണ്. ഓരോ ദിവസവും കൂടുതൽ ദൈവത്തെ അറിയുകയാണ്. നമ്മൾ ഓരോരുത്തരും ഇന്നലെ നമ്മൾ യേശുവിനെ അറിഞ്ഞതുപോലെയല്ല ഇന്ന് നമ്മൾ ദൈവത്തെ അറിയുന്നത്. ഹല്ലേലൂയ, ഇന്നലത്തെക്കായും ഒരു പടി കൂടി മുമ്പിലാണ് നമ്മൾ ഇന്ന് യേശുവിനെ അറിയുന്നത്. ഒരേ ദിവസവും ദൈവവചനം വായിക്കുമ്പോൾ ദൈവവുമായി നമ്മൾ കൂടുതൽ അടുക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വീണ്ടും നമ്മൾ ദൈവത്തെ അറിയുകയാണ്. പത്രോസ് തൻ്റെ ജീവിതയാത്രയിൽ ഉടനീളം, ഹല്ലേലൂയ, യേശുവിനെ അവൻ കൂടുതൽ അറിഞ്ഞു. അവൻ യേശുവിലേക്ക് അടുത്തടുത്ത് നീങ്ങുകയാണ്. ഹല്ലേലൂയ, യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയപ്പോൾ അകലം വിട്ട് പിന്തുടർന്ന പത്രോസ് യേശുവിനോട് അടുത്ത് വരാതെ യേശുവിൽ നിന്ന് അകലം ചെന്ന് യേശുവിനെ പിൻചെല്ലുന്ന ഒരു പത്രോസിനെ ആണ് നമ്മൾ അവിടെ കാണുന്നത്. പത്രോസ് അവൻ്റെ ജീവിതയാത്രയിൽ ഉടനീളം, ഹല്ലേലൂയ, യേശുവിൻ്റെ രൂപാന്തരപ്പെട്ട രൂപം അവൻ കാണുകയാണ്. പത്രോസ് യാക്കോബ് യോഹന്നാനെ കൂട്ടി, ഹല്ലേലൂയ, യേശു പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ, ഹല്ലേലൂയ, യേശുവിൻ്റെ രൂപം മാറുകയും മോശയും ഏലിയാവും അവന് പ്രത്യക്ഷപ്പെടുകയും ചെയ്തത് പത്രോസ് കണ്ടതാണ്. എങ്കിലും പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ഞാനതാ യേശുവിനെ അറിയയില്ല എന്ന്, ഹല്ലേലൂയ, ഈ പത്രോസ് തള്ളിപ്പറയുന്നതും നമ്മൾ കാണുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അവൻ കുറച്ചും കൂടി ദൈവത്തിൻ്റെ അടുത്തിലേക്ക് ചേർന്ന് വരികയാണ്. എന്താണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചേർന്ന് വരുന്നത്? അപ്പോസ്തല പ്രവൃത്തി 12 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഹെരോദോ രാജാവ് ചുരലെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൾ വാൾ കൊണ്ട് കൊന്നു. ഈ കാലഘട്ടത്തെ പോലെയല്ല. ആ കാലഘട്ടത്തെ ഹെരോദോ രാജാവ്, ഹല്ലേലൂയ, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. കൊണ്ട് കൊന്നത് ആർക്ക് പ്രസാദമായി? യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ അവൻ പത്രോസിനെയും പിടിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ പെസഹ കഴിഞ്ഞിട്ട് ജനത്തിനു മുമ്പിൽ നിർത്തി അവനെ കൊല്ലുവാനായിട്ട് ഭവിച്ച് ഇരിക്കുകയാണ്. അന്നേരം അവനെ കാപ്പാൻ 4 ചേവകരെ അവനെ 4 സെക്യൂരിറ്റികളുടെ നടുവിൽ അവനെ സൂക്ഷിച്ച് വരുമ്പോൾ, ഹല്ലേലൂയ, സൂക്ഷിച്ച് ഇരിക്കുകയാണ്. പക്ഷേ അവൻ എങ്ങനെയാണ്? ഹല്ലേലൂയ, അവൻ നല്ല ഉറക്കമാണ്. പിറ്റേ ദിവസം തൻ്റെ തലവെട്ടുവാനായി ഹെരോദോ രാജാവ് ആഗ്രഹിച്ചിരുന്ന ദിവസം പിറ്റേ ദിവസം അവൻ്റെ തലവെട്ടുകയാണ്. പക്ഷേ അവൻ കിടന്ന് വലിയ ഉറക്കമാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നാളെ നമ്മളെ വധിക്കും
എന്ന് ഒരു രാജ്യത്തിൻ്റെ രാജാവ് ഓർഡർ ഇട്ടാൽ നമുക്ക് സുഖമായി ഉറക്കുവാൻ കഴിയില്ല. നമ്മൾ വളരെ അസ്വസ്ഥനായിരിക്കും. ഹല്ലേലൂയ. നാളെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് നമ്മൾ അസ്വസ്ഥനായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് അവിടെ കിടന്ന് രണ്ട് പടയാളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു എന്ന് 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് അങ്ങനെ ഉറങ്ങുവാൻ കാരണം? കർത്താവിൻ്റെ ദൂതൻ അവനെ വിലാപ്പുറത്ത് തട്ടി അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. പത്രോസ് കൂടുതൽ ദൈവത്തോട് അടുത്തു. അതുകൊണ്ടാണ് രാജാവിൻ്റെ ഓർഡർ ഉണ്ടായിട്ടും അവൻ കിടന്ന് ഉറങ്ങുന്നത്. ഹല്ലേലൂയ. എന്താണ് അവൻ ദൈവത്തോട് കൂടുതൽ അടുത്തത്? ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ അവന് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. എന്ത്? ഹല്ലേലൂയ. നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സായ ശേഷമോ നീ അരകെട്ടുകയും മറ്റൊരുത്തൻ നിന്റെ കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് അവന് ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പത്രോസ് വിശ്വസിക്കുകയാണ്. എന്ത്? ഈ ലോകത്തെ ഒറ്റ വാക്കിനാൽ ഈ ലോകത്തെ ഉളവാക്കിയ എൻ്റെ സൃഷ്ടാവായ യേശു കർത്താവ് എന്നോട് വാഗ്ദത്തം ചെയ്യുകയാണ്. എന്ത്? നീ വയസ്സായ ശേഷമേ ഈ ലോകത്തിൽ നിന്ന് നീ മാറ്റപ്പെടുകയുള്ളൂ എന്ന് നമ്മോട് പത്രോസിനോട് വാഗ്ദത്തം ചെയ്തു. അതുകൊണ്ട് പത്രോസ് വിശ്വസിക്കുകയാണ്, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെ കൊല്ലുവാൻ ഹെരോദ രാജാവല്ല, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെ കൊല്ലുവാൻ കഴിയില്ല എന്ന് പത്രോസ് വിശ്വസിക്കുകയാണ്. ദൈവമക്കളെ, അപ്പോൾ ആ ജീവിതയാത്രയിൽ നമ്മൾ നോക്കുമ്പോൾ പത്രോസ് വീണ്ടും ദൈവത്തോട് വീണ്ടും അങ്ങ് അടുത്തു വരികയാണ്. നമ്മളുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ നമ്മളെപ്പോഴും ദൈവത്തോട് ഓരോ ദിവസവും വചനം വായിക്കുമ്പോൾ, ഓരോ ദിവസവും വചനം പഠിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് അടുത്തു വരികയാണ്. ഇവിടെ പത്രോസ് ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു പത്രോസിനെ നമ്മളവിടെ കാണുകയാണ്. ആ വാഗ്ദത്വം അവന് വിശ്വസിച്ചുകൊണ്ടാണ് അവൻ ആ രാത്രിയിൽ നല്ല ഉറക്കം അവന് കിട്ടുവാൻ ഉണ്ടായ സാഹചര്യം, നല്ല ഉറക്കം അവന് കിട്ടിയത്. അവൻ ദൈവത്തിൽ അമിതമായി ദൈവത്തെ ലോകശക്തികളെക്കാൾ ഉപരി, ലോകത്തിലുള്ള ഓളങ്ങളെക്കാൾ ഉപരി, ലോകത്തിലുള്ള കഷ്ടതകളെക്കാൾ ഉപരി അവൻ ദൈവത്തെ സ്നേഹിച്ചു. അതുമാത്രമല്ല, അവൻ ദൈവത്തോട് കൂടുതൽ അടുത്തു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ കാണുമ്പോൾ, ഈ പ്രപഞ്ചത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ഓരോ ദിവസവും നമ്മൾ ദൈവത്തോട് അടുക്കുന്നുണ്ടോ? അങ്ങനെ ദൈവത്തോട് നമ്മൾ അടുക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലുത് പ്രവർത്തിക്കുമെന്ന് ദൈവവചനത്തിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. യേശുവിനെ അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞ ആ പത്രോസ്, ഹല്ലേലൂയ, പത്രോസിന് മുമ്പിൽ അനന്യാസും സഫീറയും ഒരു ചെറിയ നുണ പറഞ്ഞപ്പോൾ അവർ അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ പറയുകയാണ്, അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ സഫീരോട് കൂടെ നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ നിലത്തിൽ കുറെ എടുത്തു വച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു ഉപ്പുവാനും സാത്താനിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പ് നിന്റേതായിരുന്നല്ലോ, വിറ്റതിന് ശേഷവും അത് നിന്റേതായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ നുണ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അനന്യാസും സഫീറയും അവിടെ മരിച്ചു വീഴുകയാണ് നാം ചെയ്തത്. ദൈവമക്കളെ, സ്വന്തമായി യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അന്ന് യേശുവിനോട് കൂടുതൽ അടുത്തില്ല. പത്രോസ് അകലം വിട്ട് പിന്തുടർന്ന പത്രോസ്, യേശുവിൽ നിന്ന് അകലം വിട്ട് പിന്തുടർന്ന പത്രോസ് തൻ്റെ ജീവിതയാത്രയിൽ യേശുവിനെ കൂടുതൽ അറിഞ്ഞപ്പോൾ, യേശുവിനോട് ചേർന്ന് വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവം വളരെ വലിയ മാറ്റമാണ് അവൻ്റെ ജീവിതത്തിൽ ദൈവം അവന് കൊടുത്തത്. അപ്പോൾ അവൻ വിശ്വസിക്കുകയാണ്. എന്ത്? ഒരു രാജ്യത്തിൻ്റെ രാജാവ് തൻ്റെ തലവെട്ടുമെന്ന് പറഞ്ഞപ്പോൾ രാത്രിയിൽ ഹല്ലേലൂയ ഗാഢനിദ്രയിൽ അവനായിരിക്കുകയാണ്. അവൻ ഉറക്കം നല്ല ശക്തിയോടെ അവൻ ഉറങ്ങുകയാണ്. എന്താണ്? അവൻ യേശുവിലെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവൻ യേശുവിനോട് കൂടുതൽ അടുത്തു വരുന്നു.
ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ യേശു നമുക്ക് വാഗ്ദത്തം ചെയ്ത ആ വചനമുണ്ടല്ലോ, ആ വചനം നമ്മൾ മുറുകെ പിടിച്ച് നമുക്ക് ഓരോ ദിവസവും യേശുവിനോട് കൂടുതൽ അടുത്തു വരാം. അങ്ങനെ കൂടുതൽ അടുത്തു വരുമ്പോൾ യേശു നമ്മളോട് എന്താണ് പറഞ്ഞത്? ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ ദൈവം നമുക്ക് ആ ശാശ്വതമായ സമാധാനം ദൈവം നമുക്ക് തരുന്നതുകൊണ്ട് നമുക്ക് ശാന്തമായി കിടന്ന് ഉറങ്ങുവാൻ സാധിക്കും. നമ്മൾ ശാന്തമായി കിടന്നുറങ്ങുന്നത് ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ദേഹത്തുള്ളതാണ്. എൻ്റെ ഈ വചനങ്ങളെ കേൾക്കുന്ന ആർക്കെങ്കിലും ഉറക്കം കുറവുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, ദൈവമേ നീ ഞങ്ങൾക്ക് സമാധാനം തരാമെന്ന് പറഞ്ഞവൻ വാഗ്ദത്തം ചെയ്തവനാണല്ലോ. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കുവാൻ ദൈവം മനുഷ്യപുത്രനുമല്ല. അവൻ പറഞ്ഞത് അതേപോലെ സംഭവിക്കും. നമ്മുടെ ഓരോ ജീവിതത്തിലും ഓരോ ദിവസങ്ങൾ ചെല്ലുന്തോറും യേശുവിനോട് കൂടുതൽ അടുക്കുവാൻ, അവനോട് മുറുകെ പിടിച്ച് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരു നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാടത്ത് എന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനത്തെ അപ്പോസ്തലനായ പത്രോസ് മുറുകെ പിടിച്ചു. ആ വചനത്തിൽ അവൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഹെരോദ് രാജാവ് അവൻ്റെ തലവെട്ടുമെന്ന് പറഞ്ഞിട്ടും അവൻ കിടന്ന് ഹല്ലേലൂയ സമാധാനത്തോടെ കിടന്നുറങ്ങി. ദൈവമക്കളെ, ഹല്ലേലൂയ, ലോകത്തിൻ്റെ ഏത് ശക്തിയെക്കാളും, ലോകത്തിൻ്റെ ഏത് രാജാവിനേക്കാളും, ഏത് ഭരണാധികാരിയെക്കാളും നമുക്ക് വിശ്വസിക്കുവാൻ യോഗ്യമുള്ളത് വിശുദ്ധ വചനത്തിൽ ദൈവം പറഞ്ഞ വചനങ്ങളാണ്. ഈ വചനങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ വചനങ്ങളെ നമ്മൾ മാറോട് ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ, ഓരോ ദിവസവും നമ്മൾ യേശുവിനോട് ചേർന്ന് നടക്കുന്നുവെങ്കിൽ, യേശുവിനോട് പറ്റിച്ചേർന്ന് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ, നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തികൾക്കും നമ്മെ തൊടുവാനായിട്ട് സാധിക്കുകയില്ല. യേശു നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ താവേ. ആമേൻ.